അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. മേഡം, നമ്മളെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഒരു പാവപ്പെട്ട ചാപ്റ്റർ, ബയോളജി ആൻഡ് ടെക്നോളജി. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഈ ചാപ്റ്ററിന് 5 മാർക്കിന്റെ SSLC പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. ഈ ചാപ്റ്റർ അങ്ങനെ കുറച്ച് കാണരുത്. സംഭവം ഒരു പാവപ്പെട്ട ചാപ്റ്റർ ആണെങ്കിലും അതിന് 5 മാർക്കിന് ചോദ്യം വരും. അപ്പൊ DNA ഫിംഗർ പ്രിന്റിംഗ് എന്താണ്? DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മളെല്ലാവരുടെയും DNA നിർമ്മിച്ചിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. എല്ലാവരുടെയും ബോഡിയിലെ DNAയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ന്യൂക്ലിയോടൈഡിന്റെ അറേഞ്ച്മെന്റ് എല്ലാവരുടെ ബോഡിയിലും സെയിം ആണോ? അല്ല. എല്ലാവരുടെ ബോഡിയിലും ന്യൂക്ലിയോടൈഡിന്റെ അറേഞ്ച്മെന്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. ലോകത്തിലുള്ള എല്ലാ ആളുകളുടെ ബോഡിയിലെയും DNA നിർമ്മിച്ചിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ് കൊണ്ടാണെങ്കിലും ആ ന്യൂക്ലിയോടൈഡിന്റെ അറേഞ്ച്മെന്റ് എല്ലാ ആളുകളുടെയും ഇടയിൽ എന്താണ്? ഡിഫറെന്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ എല്ലാവരിലും എന്താണ്? ന്യൂക്ലിയോടൈഡിന്റെ അറേഞ്ച്മെന്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. അത് പരിശോധിക്കുന്ന, അത് ചെക്ക് ചെയ്യുന്ന, അത് ടെസ്റ്റ് ചെയ്യുന്ന, അത് അനലൈസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയാണ് ആക്ച്വലി എന്ത്? DNA ഫിംഗർ പ്രിന്റിംഗ്. നോക്കൂ സുഹൃത്തുക്കളെ, DNA ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്യുന്ന, അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത്? DNA ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ, അപ്പോൾ DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നോളജിയാണ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇൻ DNAയിലെ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ്. ദാറ്റ്സ് നോൺ ആസ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ അല്ലേ? എന്നിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രസകരമായ കാര്യം എന്താണെന്നറിയോ? എല്ലാ ആളുകളുടെയും ഇത് ഡിഫറെൻ്റ് ആണ്. പക്ഷെ എത്രത്തോളം ഡിഫറെൻ്റ് ആണെന്നറിയോ? 99.9% ഡിഫറെൻ്റ് ആണ് എന്നല്ല, 99.9% എന്താണ്? സിമിലർ ആണ്, ഒരേപോലെയാണ്. ബാക്കി ആകെ എത്ര വ്യത്യാസമുള്ളൂ? 0.1% മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ഒരു 0.1% ആണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും വ്യത്യാസമായിട്ട് കാണുന്നത്. ബാക്കി 99.9% എന്താണ്? എല്ലാവരുടെയും ഈക്വൽ ആണ്, സെയിം ആണ്, ഒരേപോലെയാണ്. ഓക്കെ, ഇനി DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേര് അലക്സ് ജെഫ്രി ആണ്. അലക്സ് ജെഫ്രി ആണ് എന്ത് കണ്ടെത്തിയത്? DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടെത്തിയത്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടുന്ന് പഠിക്കണം. അതായത് DNA ഫിംഗർ പ്രിന്റിങ്ങിനെ എന്തുകൊണ്ടാണ് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിക്കാൻ കാരണം? അതായത് ആക്ച്വലി DNAയിലെ ന്യൂക്ലിയോടൈഡിന്റെ ക്രമീകരണം പരിശോധിക്കുന്ന ടെക്നോളജിയാണല്ലോ DNA ഫിംഗർ പ്രിന്റിംഗ്. അപ്പൊ ശരിക്കും നമുക്ക് DNA ന്യൂക്ലിയോടൈഡ് ടെസ്റ്റിംഗ് അനാലിസിസ്ന്നോ DNA ന്യൂക്ലിയോടൈഡ് ടെസ്റ്റിംഗ് ടൂൾന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ പോരെ? എന്തിനാ ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിച്ചത്? എന്തിനാണ് അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചാൽ, ഈ DNAയിലെ ന്യൂക്ലിയോടൈഡിന്റെ അറേഞ്ച്മെന്റ് എല്ലാ ആളുകളുടെയും ഡിഫറെന്റ് ആണല്ലോ. അതുപോലെ എല്ലാ ആളുകളുടെയും എന്തും ഡിഫറെന്റ് ആണ്, വിരലിന്റെ അടയാളവും ഡിഫറെന്റ് ആണ്. ഫിംഗർ പ്രിന്റ്സ് ദാറ്റ് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ വ്യക്തിയിലും വിരലിന്റെ അടയാളം എന്താണ്? ഡിഫറെന്റ് ആണ്. സോ ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ ഈച്ച് പേഴ്സൺ ആൾസോ വേരി. അതേപോലെ തന്നെ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസും എല്ലാവരുടെയും എന്താണ്? ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിച്ചത്? DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇത് എല്ലാ ആളുകളുടെയും എന്താണ്? ഡിഫറെന്റ് ആണ്. പക്ഷേ ചില ആളുകളുടെ ഇതെന്തുണ്ടാവും? സിമിലാരിറ്റീസ് ഉണ്ടാവും. അതാരൊക്കെ തമ്മിലാ? മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ, പേരൻസും ഓഫ് സ്പ്രിങ്സും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ ഞാനും എൻ്റെ ഉമ്മയും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും, ഞാനും എൻ്റെ ഉപ്പയും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ സിമിലാരിറ്റി ആട്ടോ, അതേപോലെ എന്നല്ല. ഇപ്പൊ എൻ്റെയും എൻ്റെ ഉമ്മാൻ്റെയും DNA ഒരേപോലെയാണെന്നല്ല, അത് തമ്മിൽ എന്തുണ്ടാവും? സിമിലാരിറ്റീസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സിബ്ലിങ്സ് തമ്മിൽ എന്ന് വെച്ചാൽ സിബ്ലിങ്സ് മീൻസ് സഹോദരങ്ങൾ തമ്മിലൊക്കെ എന്തുണ്ടാവും? സിമിലാരിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇരട്ടക്കുട്ടികൾ തമ്മിലൊക്കെ എന്തുണ്ടാവും? സിമിലാരിറ്റീസ് ഉണ്ടാവും. കുടുംബക്കാർ തമ്മിലൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടാവും. പക്ഷെ അപ്പോഴും എന്തല്ല? സെയിം അല്ല, സിമിലാരിറ്റീസ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ SSLC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം, ഈ പറഞ്ഞ DNA ഫിംഗർ പ്രിന്റിംഗ് ഉണ്ടല്ലോ, ആ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ യൂസുകൾ, അതിൻ്റെ ബെനിഫിറ്റ്സിൻ്റെ, അതിൻ്റെ മെച്ചങ്ങൾ, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു 3 പ്രയോജനമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ പ്രയോജനം, ടു ഐഡന്റിഫൈ കൾപ്രിറ്റ്സ്. കുറ്റവാളികളെ തിരിച്ചറിയാൻ പറ്റും. വല്ല മോഷണോ, കൊലപാതകമോ, റേപ്പ് കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കുറ്റവാളികളെ ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാമത്തത്, ടു ഐഡന്റിഫൈ ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് ലേൺ അബൌട്ട് ഹെറിഡിറ്ററി ഡിസീസസ്. ജനറ്റിക് ഡിസോർഡേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാനും അതുപോലെ തന്നെ പാരമ്പര്യ രോഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ പറ്റും. ടു ഐഡന്റിഫൈ ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് ലേൺ അബൌട്ട് ഹെറിഡിറ്ററി ഡിസീസസ്. പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും രോഗം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, ഇനി ആർക്കൊക്കെ ഉണ്ടാവാം, ഏത് തലമുറയിൽ ഇത് പ്രകടമാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു DNA ഫിംഗർ പ്രിന്റിംഗ് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടു ഡിറ്റർമിൻ ദ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ഓഫ് സ്പ്രിങ്സ്. പേരൻസും ഓഫ് സ്പ്രിങ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരു കുട്ടി ഉണ്ടായി വിചാരിക്കും, നമ്മൾ എന്ത് ചെയ്യാറോ, എനിക്കൊരു കുട്ടി ഉണ്ടായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫൈസൽ സർ വന്നിട്ട് പറയണം, അത് എൻ്റെ കുട്ടിയല്ല, അത് എൻ്റെ കുട്ടി.
കുടുങ്ങിയില്ലേ? എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? DNA ടെസ്റ്റ് നടത്തും, DNA ഫിംഗർ പ്രിന്റിങ് നടത്തും. അപ്പോൾ ആ കുട്ടി ആരോടാണ് കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്നത് അത് അവരുടെ കുട്ടിയായിരിക്കും. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഫൈസൽ സാറോട് കൂടുതൽ സിമിലാരിറ്റി കാണിച്ചാൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, പോട്ടെ. ഫൈസൽ സാർ പാവം, നല്ലൊരു മനുഷ്യൻ. ഓക്കെ, ബൈ ദ വൈ. പിന്നെ അടുത്തത്, ടു അണ്ടർസ്റ്റാൻഡ് ലീനേജ് ബൈ ഐഡന്റിഫൈങ് ഫോസിലുകളെ തിരിച്ചറിഞ്ഞ് വംശനാശ പരമ്പര മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടു ഐഡന്റിഫൈ വിക്ടിംസ് ഓഫ് ആക്സിഡൻസ് ഓർ ഡിസാസ്റ്റേഴ്സ്, ആക്സിഡൻസിലും ഡിസാസ്റ്റേഴ്സിലും അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ ഒക്കെ പെട്ടവരെ തിരിച്ചറിയാനൊക്കെ പറ്റും. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ അതിലുള്ള പല ആളുകളുടെയും മുഖമൊക്കെ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ പല ആളുകളുടെയും ബോഡിയൊക്കെ തിരിച്ചറിഞ്ഞത് ഈ ഒരു DNA ടെസ്റ്റ് നടത്തിയിട്ടാണ്. കാരണം അവരുടെ ഓരോരുത്തരുടെയും മുഖം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഓരോരുത്തരുടെ മുഖമൊക്കെ കിട്ടിയിരുന്നത്. അപ്പം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ എന്ത് ടെസ്റ്റാണ് ചെയ്തത്? DNA ടെസ്റ്റാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ടു ട്രാക്ക് എൻഡാഞ്ചേർഡ് സ്പീഷീസ്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു 3 പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ടു ഐഡന്റിഫൈ കൾപ്രിറ്റ്സ്, കുറ്റവാളികളെ തിരിച്ചറിയാൻ പറ്റും. അത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ബയോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ഓഫ്സ്പ്രിങ്സ്, പാരൻസും ഓഫ്സ്പ്രിങ്സും തമ്മിലുള്ള ബയോളജിക്കൽ റിലേഷൻഷിപ്പ് തിരിച്ചറിയാൻ പറ്റും. അതും സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ ടു ഐഡന്റിഫൈ വിക്ടിംസ് ഓഫ് ആക്സിഡൻസ് ഓർ ഡിസാസ്റ്റേഴ്സ്, ആക്സിഡൻസ് ഓർ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലുള്ള വിക്ടിംസിനെ തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ നമുക്ക് എന്താ സിമ്പിളായിട്ട് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 3 പഠിച്ചു വെക്കുക. ബാക്കിയുള്ള 3 പഠിച്ചോളൂ, പക്ഷെ ഇതെന്ത് ചെയ്യുക, എന്തായാലും പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് ഇതിന് 2 ബെനിഫിറ്റ്സ് ഒക്കെ ചോദിച്ചാൽ ഇതാണ് എഴുതി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ സി യു സൂൺ, വീണ്ടും കാണാം. അപ്പോൾ എനിവേ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.